ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ വാങ്കഡയിൽ നടന്ന മത്സരത്തിന് ശേഷം മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട്, ഇനി കുറച്ച് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന്. കടുത്ത തീരുമാനം ക്യാപ്റ്റനാണോ അതോ മാനേജ്മെൻ്റ് ആണോ എടുത്തതെന്നറിയില്ല. എന്തായാലും ഹാർദിക് പാണ്ഡ്യ ലക്നൌവിനെതിരായ മത്സരത്തിൽ വാങ്കഡയിൽ കളിച്ചില്ല. പകരം സൂര്യകുമാർ യാദവാണ് മുംബൈ ടീമിനെ നയിച്ചത്. ടോസിൻ്റെ സമയത്ത് പാണ്ഡ്യയ്ക്ക് നല്ല സുഖമില്ല, അതിനാൽ താൻ അദ്ദേഹത്തിൻ്റെ റോളിലേക്ക് വന്നതാണെന്ന് മാത്രമായിരുന്നു സൂര്യയുടെ വാക്കുകൾ. അതിനുശേഷം ടീമിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് സൂര്യ പറഞ്ഞത്. 5 മത്സരങ്ങൾക്ക് ശേഷം ഇമ്പാക്ട് പ്ലെയറായി രോഹിത് ശർമ്മ ഇറങ്ങുകയും തിളങ്ങുകയും ചെയ്തതോടെ ചിലരെങ്കിലും പറയാൻ തുടങ്ങി, ശരിക്കും മാനേജ്മെൻറ്റ് ഹാർഡ് കോൾ എടുത്തതാണോ എന്ന്, പാണ്ഡ്യയോട് മാറി നിൽക്കാൻ പറഞ്ഞതാണോ എന്ന്. സീസണിൽ ഇത് 2ാം തവണയാണ് ഹാർദിക് മാറി നിൽക്കുന്നത്. മുൻപ് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലും പാണ്ഡ്യ കളിച്ചിരുന്നില്ല. അന്നും സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിച്ചത്. ലക്നൌവിനെതിരെ പാണ്ഡ്യ ഇല്ലാതിരുന്നതോടെ അദ്ദേഹത്തെ മാറ്റിയെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നു. ആ മത്സരശേഷം പ്രസ് കോൺഫറൻസിനെത്തിയ പ്ലെയർ ഓഫ് ദ മാച്ച് കൂടിയായ റിയാൻ റിക്കൽട്ടൺ പാണ്ഡ്യയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: പാണ്ഡ്യ എപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് പുറംവേദനയാണെന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അതെത്ര ഗുരുതരമാണെന്നും എനിക്കറിയില്ല. റായ്പൂരിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിന് പോകുമ്പോൾ അദ്ദേഹം ടീമിനൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്, റിക്കൽട്ടൺ പറയുന്നു. അതേസമയം ക്യാപ്റ്റൻ മാറിയപ്പോൾ തന്നെ ടീമിലെ അന്തരീക്ഷമാകെ മാറിയെന്നാണ് ആരാധകർ പറയുന്നത്. സീസണിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും പ്ലെയർ എന്ന നിലയിലും വമ്പൻ പരാജയമാണ് ഹാർദിക്. ഹാർദിക്കിൻ്റെ പല ഇടപെടലുകളിലും സീനിയർ താരങ്ങൾ അടക്കമുള്ളവർക്ക് വലിയ ആക്ഷേപവുമുണ്ട്. രോഹിത്തിനും ബുംറയ്ക്കുമെതിരായ പെരുമാറ്റമൊക്കെ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഹാർദിക്കിന്. പെർഫോമൻസിലേക്ക് നോക്കിയാൽ 8 മത്സരങ്ങളിൽ നിന്ന് 146 റൺസും 4 വിക്കറ്റും മാത്രമാണ് സമ്പാദ്യം. ഇതിൽ പല മത്സരങ്ങളിലും ബാറ്റ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുമില്ല. മാത്രമല്ല, ഹാർദിക് ഇല്ലാതിരുന്ന LSGക്കെതിരായ ഈ മത്സരത്തിൽ രോഹിത് ശർമ്മ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇറങ്ങിയതാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അപ്പറൂരി രോഹിത് ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിലാണ് ആരാധകർ അത് ഏറ്റെടുത്തത്. സൈഡ് സ്ക്രീനിൽ വെച്ച് രോഹിത്തിനെ കാണിച്ചപ്പോഴെല്ലാം ആവേശം ഉച്ചസ്ഥായിലായിരുന്നു. ഞാൻ കണ്ടടോ എൻ്റെ ആ പഴയ ഹിറ്റ്മാനെ എന്ന മൂഡിലായിരുന്നു മുംബൈ ആരാധകരെല്ലാം. മുഹമ്മദ് ഷമിയെയും ആവേശ് ഖാനെയുമെല്ലാം എടുത്തിട്ട് തൂക്കിയ ഹിറ്റ്മാൻ്റെ സിക്സറുകൾ, ആ ലേസി എലഗൻസ് എത്രത്തോളം ബ്യൂട്ടിയാണെന്നും കാണിച്ചു തന്നു. ഇത്രനാളും പുറത്തിരുത്തിയതിന് പകരം വീട്ടിയ പോലെയാണ് രോഹിത് കളിച്ചതെന്നാണ് ഇർഫാൻ പത്താനും സഞ്ജയ് ബാങ്കറും അഭിപ്രായപ്പെട്ടത്. രോഹിത് എല്ലാ മത്സരത്തിലും കളിച്ചിരുന്നെങ്കിൽ മുംബൈ പ്ലേ ഓഫ് എത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്ന് സൈമൺ ഡോളും വ്യക്തമാക്കുന്നു. രോഹിത്തിൻ്റെ ക്ലാസ് എന്താണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കിയ ഇന്നിങ്സ്. മുംബൈയെ ഇന്നലെ നയിച്ച സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രോഹിത് ഭായിയുടെ ബാറ്റിംഗ് കാണുന്നത് തന്നെ പ്രത്യേക സന്തോഷമാണ്. അദ്ദേഹം ഒരു ലീഡർ മാത്രമല്ല, ഈ ടീമിൻ്റെ നട്ടെല്ല് കൂടിയാണ്. എപ്പോഴും ഞങ്ങളെ പിന്തുണയ്ക്കുകയും ഭയമില്ലാതെ കളിക്കാനുള്ള സാഹചര്യമൊരുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രം മതി ഡ്രസ്സിംഗ് റൂമിലെ എല്ലാവർക്കും വലിയ ആത്മവിശ്വാസം നൽകാൻ. ആരെയോ കുത്തി പറഞ്ഞ പോലെ തോന്നുന്നില്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട്. ലക്നൌവിനെതിരെ രോഹിത് ശർമ്മ കളിക്കുകയും ഫോം ആവുകയും ഹാർദിക് പാണ്ഡ്യ കളിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ തന്നെ മുംബൈ മാനേജ്മെൻറ്റ് പണി തുടങ്ങിയെന്ന മട്ടിൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഹാർദിക് കളിക്കില്ലെന്നും സൂര്യകുമാർ ആക്ടിംഗ് ക്യാപ്റ്റനായി തുടരുമെന്നും പറയുന്നു. ഇരുവരും നയിച്ചപ്പോൾ ടീമിലും പെർഫോമൻസിലും വന്ന മാറ്റങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ചേസിംഗ് ഈസിയായ വാങ്കഡെ ഉൾപ്പെടെയുള്ള പിച്ചുകളിൽ ടോസ് കിട്ടിയിട്ടും ആദ്യം ബാറ്റ് ചെയ്ത ഹാർദിക്കിൻ്റെ തീരുമാനങ്ങൾ വലിയ രീതിയിൽ വിമർശന വിധേയമായിരുന്നു. സ്വന്തം ബാറ്റർമാരെ ഹാർദിക് വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നായിരുന്നു ആരോപണത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ ഇതാ ചേസ് ചെയ്താണ് മുംബൈ വൻ വിജയം ആഘോഷിച്ചത്. പിന്തുടർന്ന് മുംബൈ നേടുന്ന ഏറ്റവും വലിയ വിജയവുമാണിത്. IPL ചരിത്രത്തിൽ തന്നെ 2 തവണ മാത്രമേ മുംബൈ 220 മുകളിൽ ചേസ് ചെയ്ത് ജയിച്ചിട്ടുള്ളൂ. അത് രണ്ടും ഈ സീസണിലാണ്. 2ലും സെഞ്ചുറി കൂട്ടുകെട്ടുയർത്തി അടിത്തറ നൽകിയത് രോഹിത് ശർമ്മയും റിയാൻ റിക്കൽട്ടണും തന്നെയായിരുന്നു. റിക്കൽട്ടണും രോഹിത്തും ഇതുവരെ 18 തവണയാണ് ഒന്നിച്ചിറങ്ങിയത്. 825 റൺസ് കൂട്ടുകെട്ട് നേടി. 3 സെഞ്ചുറി കൂട്ടുകെട്ടും 2 50 പാർട്ണർഷിപ്പും ഇതിലുണ്ട്. ലക്നൌവിൻ്റെ റണ്ണൊഴുക്ക് തടയിടാനും സൂര്യയ്ക്ക് കഴിഞ്ഞതാണ് മത്സരത്തിൽ നിർണായകമായത്. 21 പന്തിൽ 63 റൺസ് അടിച്ച് മികച്ച തുടക്കമാണ് നിക്കോളാസ് പുരാൻ ലക്നൌവിന് നൽകിയത്. 8 ഓവറിൽ 120 റൺസും 10 ഓവറിൽ 140 റൺസും നേടി ഉറപ്പായും 250 മുകളിലുള്ള ടോട്ടൽ ലക്നൌ നേടുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് സൂര്യ ചേഞ്ചസുകൾ വരുത്തിയത്. മിഡിൽ ഓവറുകളിൽ രഘു ശർമ്മ നന്നായി പന്തെറിഞ്ഞു. 4 ഓവറിൽ 36 റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹം 1 വിക്കറ്റ് നേടുകയും ചെയ്തു. കോർബിൻ ബോഷ് 1 ഓവറിൽ പുരാനെയും മിച്ചൽ മാർഷിനെയും മടക്കി. ഋഷഭ് പന്തും ആ ഓവറിൽ തീരേണ്ടതായിരുന്നു. എന്നാൽ റിക്കൽട്ടണ് ക്യാച്ച് എടുക്കാനായില്ല.
ആദ്യ 10 ഓവറിൽ 140 റൺസ് എടുത്ത ലക്നൗ അവസാന 10 ഓവറിൽ 87 റൺസ് മാത്രമാണ് നേടിയത്. സൂര്യയുടെ ബൗളിംഗ് റൊട്ടേഷൻ കൃത്യമായിരുന്നു, ഫീൽഡിംഗ് ചേഞ്ചസും. ആദ്യ ഓവറിൽ 20 റൺസ് വഴങ്ങിയ വിൽ ജാക്സിനെ കൃത്യമായി കൊണ്ടുവന്ന് പന്തിൻ്റെ വിക്കറ്റ് എടുപ്പിച്ചതും സൂര്യയുടെ ധൈര്യമായിരുന്നു. 16-17 ഓവറുകളിൽ 21 റൺസ് വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും അവസാന 3 ഓവർ വരിഞ്ഞു മുറുക്കി മുംബൈ. 2 ഓവറിൽ 20 റൺസിന് 2 വിക്കറ്റ് എടുത്ത കോർബിൻ ബോഷ് ഉണ്ടായിട്ടും 18-ാം ഓവർ ദീപക് ചഹറിനാണ് സൂര്യ നൽകിയത്. 2 ഓവറിൽ 28 റൺസ് വഴങ്ങിയ ചഹർ അടുത്ത 2 ഓവറിൽ 15 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അവസാന ഓവറിൽ വെറും 6 റൺസും. ആദ്യ 2 ഓവറിൽ 30-ന് മുകളിൽ കൊടുത്ത ബുംറ നിർണായകമായ 19-ാം ഓവറിൽ 7 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. എങ്കിലും ആകെ 4 ഓവറിൽ 45 റൺസ് കൊടുത്ത ബുംറയ്ക്ക് വിക്കറ്റില്ലാതെ ഒരു മത്സരം കൂടി പൂർത്തിയാക്കേണ്ടി വന്നു. സീസണിൽ പ്ലേ ഓഫിലേക്ക് കയറാൻ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നിരിക്കെ ബുംറയ്ക്ക് വേണമെങ്കിൽ വിശ്രമം നൽകണമെന്നാണ് മുംബൈ ആരാധകരും മുൻ താരങ്ങളും പറയുന്നത്. അദ്ദേഹത്തിനൊരു റിഫ്രഷിംഗ് ടൈം അത്യാവശ്യമാണ്. മുംബൈക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന അള്ള ഗസൻഫറിന് തുടർച്ചയായി അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലക്നൌവിനെതിരെ 4 ഓവറിൽ 50 റൺസാണ് ഗസൻഫർ വഴങ്ങിയത്. സാന്നർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ഗസൻഫർക്കും ഈ വിധം അടികിട്ടുന്നത് മുംബൈക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അതേസമയം പന്തിൻ്റെ മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു LSG-MI മത്സരം. 3 ഓവറിൽ 24 റൺസ് മാത്രം വഴങ്ങി യോർക്കർ കൊണ്ട് പലപ്പോഴും രോഹിത്തിനെ കുഴപ്പിച്ച പ്രിൻസ് യാദവിന് കോട്ട പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ആവേശ് ഖാനെ നേരത്തെ ഓവർ നൽകിയ തീരുമാനവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നാമന്തിർ അവിടെ മികച്ച ടച്ചിലാണെന്നിരിക്കെ 20-ാം ഓവറിലേക്ക് പ്രിൻസിനെ മാറ്റിവെച്ചത് മണ്ടൻ തീരുമാനമാണ്. ഫോമിലുള്ള ദിഗ്വേഷ് റാത്തിയെ ഇറക്കാതിരുന്നതും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ബാറ്റിങ്ങിലാണെങ്കിൽ ഒരിക്കൽ കൂടി ഋഷഭ് പന്ത് നിരാശപ്പെടുത്തുകയാണ്. മൊത്തത്തിൽ ജയിക്കണമെന്നൊരു ആവേശം ഒട്ടുമില്ലാത്ത പോലെയാണ് ലക്നൗ കളിക്കുന്നത്. അടിവാരത്ത് നിന്ന് അവർ കരകയറാത്തതിൻ്റെ കാരണം തേടി വേറെ പോകേണ്ടതുമില്ലല്ലോ.